2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിന്റെ എൻഡിഎ മുന്നണി പ്രവേശനം ഇഡി അന്വേഷണത്തിനിടെ കോടികളുടെ വിദേശ നിക്ഷേപത്തിൽ സാബുവിനെതിരെ ഫെമ ചട്ടലംഘനത്തിന് ഇഡി കേസെടുത്തിരുന്നു. ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് 3 തവണ നോട്ടീസ് നൽകിയെങ്കിലും ഹാജരായില്ല. മുഴുവൻ രേഖകളും ഹാജരാക്കിയതുമില്ല. ചാർട്ടേഡ് അക്കൌണ്ടന്റാണ് 3 തവണയും സാബുവിനായി ഹാജരായത്. കേസിൽ ഇഡിയുടെ നടപടി കടുപ്പിക്കുന്നതിനിടെയാണ് 2020യുടെ എൻഡിഎ പ്രവേശനം. എസ് ശരണും ടി വി പ്രസാദും ചേരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ശരൺ, വെരി ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വളരെ പെട്ടെന്ന് നാടകീയമായി 2020യുടെ എൻഡിഎ പ്രവേശനം നമ്മളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. അത് രാഷ്ട്രീയ കേരളത്തെ അത്ഭുതപ്പെടുത്തിയിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സാബു ജേക്കബ് ഒരു തീരുമാനമെടുത്തു എന്നതിലായിരുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം ഇഡിയുടെ 3 നോട്ടീസുകൾ സാബു ജേക്കബിന് കിട്ടി. ആ 3 തവണയും സാബു ജേക്കബ് പോയിട്ടില്ല. പകരം ചാർട്ടേഡ് അക്കൌണ്ടന്റിനെയാണ് അയച്ചിരുന്നത്. ഇഡി നടപടി കടുപ്പിക്കുന്നതിനിടയിലാണ് എൻഡിഎയിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇഡി നടപടി ഒഴിവാക്കാൻ വേണ്ടി എൻഡിഎയിലെ രാഷ്ട്രീയ അഭയം തേടി എന്ന മട്ടിൽ ചില കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഏതായാലും ശരൺ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 3 നോട്ടീസുകൾ ഇഡി സാബു ജേക്കബിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 3 തവണയും സാബു ജേക്കബ് ഇഡിക്ക് മുന്നിൽ ഹാജരായിട്ടില്ല. ഫെമ ചട്ടലംഘനം സാബു ജേക്കബിന് മുന്നിൽ ഒരു വലിയ ഭീഷണി